വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ലേൺ വിത്ത് എ സ്ക്വയർ. അപ്പം നമ്മൾ നോക്കുന്നത് നോൺ വയലൻസ് വിസ്ഡം പവർ എന്ന 5ാം ക്ലാസ്സിലെ ചാപ്റ്ററിൻ്റെ ബാക്കി ഭാഗമാണ്. നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ നോക്കിയിരുന്നു. ഇനി സൊസൈറ്റി, എക്കണോമി ആൻഡ് ആർട്ട്, അതായത് സമൂഹം, സമ്പത്ത്, കല. ലെറ്റ് us എക്സാമിൻ ദ സോഷ്യോ എക്കണോമിക് ലൈഫ് ഡ്യൂറിങ് ദ മൗര്യ പീരീഡ്. അത് മൗര്യന്മാരുടെ കാലഘട്ടത്തിലെ സാമൂഹിക സാമ്പത്തിക ജീവിതം എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം. സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ചതുർവർണ്ണ്യ ഡോക്ട്രിൻ പ്രിവെയിൽഡ്. Shudras were confined to agricultural work. Buddhism and Jainism became more popular. Agriculture and trade flourished. The rulers provided better irrigation facilities for the progress of agriculture. Handicrafts like sieving and weaving existed. Coins were in use for transaction. Several roads were constructed for the progress of trade. ഇവിടെ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ചതുർവർണ്ണ്യ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചതുർവർണ്ണത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള സാമൂഹിക വിഭജനം അന്നത്തെ കാലത്ത് നിലനിന്നിരുന്നു. പിന്നെ അതുപോലെ ശൂദ്രവർ കൺഫൈൻഡ് ടു അഗ്രികൾച്ചറൽ വർക്ക്. അപ്പോൾ കാർഷിക പ്രവർത്തികൾ ശൂദ്രരെ കൊണ്ടാണ് ചെയ്യിച്ചിരുന്നത്. ബുദ്ധിസം ആൻഡ് ജൈനിസം ബിക്കം മോർ പോപ്പുലർ. ജൈനമതവും ബുദ്ധമതവും ഏറെ പ്രചാരത്തിലുണ്ടായിരുന്നു. അഗ്രികൾച്ചർ ആൻഡ് ട്രേഡ് ഫ്ലറിഷ്ഡ്. അപ്പോൾ കൃഷിയും വാണിജ്യവും മൗര്യ ഭരണകാലത്ത് വളരെയേറെ അഭിവൃദ്ധി പ്രാപിച്ചു. The rulers provided better irrigation facilities for the progress of agriculture. അതായത് കൃഷിയുടെ പുരോഗതിക്ക് വേണ്ടി രാജാക്കന്മാർ ജലസേചന സൗകര്യങ്ങളെല്ലാം ഒരുക്കി. ഹാൻഡിക്രാഫ്റ്റ്സ് ലൈക്ക് സീവിങ് ആൻഡ് വീവിങ് എക്സിസ്റ്റഡ്. തുന്നൽ, നെയ്ത്ത് ഇതുപോലുള്ള കൈത്തൊഴിലുകളെല്ലാം നിലനിന്നിരുന്നു. കോയിൻസ് വർ ഇൻ യൂസ് ഫോർ ട്രാൻസാക്ഷൻ. നാണയങ്ങളെല്ലാം പ്രചാരത്തിലുണ്ടായിരുന്നു. സെവറൽ റോഡ്സ് വർ കൺസ്ട്രക്റ്റഡ് ഫോർ ദ പ്രോഗ്രസ് ഓഫ് ട്രേഡ്. അപ്പോൾ കച്ചവടത്തിൻ്റെ പുരോഗതിക്കായിട്ട് ഒരുപാട് പാതകൾ നിർമ്മിച്ചു എന്നാണ് പറയുന്നത്. ഇനി ദ ഗിവൺ പിക്ചർ ഈസ് ഓഫ് ദ സ്തൂപ ബിൽറ്റ് ബൈ എംപറർ അശോക അറ്റ് സാഞ്ചി. സാഞ്ചിയിലെ സ്തൂപമാണ് കാണിച്ചിരിക്കുന്നത്. അത് അശോകനാണ് പണിതത്. സെവറൽ സച്ച് സ്തൂപാസ് വർ ബിൽറ്റ് ഡ്യൂറിംഗ് ദ റെയിൻ ഓഫ് മൗര്യ. ബിസൈഡ് ദിസ് ദ മൗര്യ കിങ് ബിൽറ്റ് മെനി പാലസസ് ആൻഡ് സെവറൽ പില്ലേഴ്സ് ലൈക്ക് ദ വൺ അറ്റ് സാരാനാഥ്. All these monuments point to the progress in the field of architecture and sculpture during the period. അത് അശോകൻ സാഞ്ചിയിൽ സ്ഥാപിച്ചിട്ടുള്ള സ്തൂപമാണ് ഈ ചിത്രത്തിൽ തന്നിട്ടുള്ളത്. ഇതുപോലെ നിരവധി സ്തൂപങ്ങൾ മൗര്യ കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിനു പുറമെ അനേകം കൊട്ടാരങ്ങളും സാരാനാഥിലേതുപോലുള്ള സ്തംഭങ്ങളും മൗര്യ രാജാക്കന്മാർ നിർമ്മിച്ചു. ഈ നിർമ്മിതികൾ മൗര്യ കാലഘട്ടത്തിൽ വാസ്തുവിദ്യയിലും ശില്പവിദ്യയിലും ഉണ്ടായ പുരോഗതിയാണ് സൂചിപ്പിക്കുന്നത്. ഇനി ട്രാൻസിഷൻ ഓഫ് ഏജസ്. After the decline of Mauryan Empire, the 4th century AD marked the growth of a new dynasty in the Gangetic Plain, the Gupta. അതായത് മൗര്യഭരണത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം AD 4ാം നൂറ്റാണ്ടോടുകൂടി ഗംഗാതടത്തിൽ ഉയർന്നു വന്ന മറ്റൊരു രാജവംശമായിരുന്നു ഗുപ്ത രാജവംശം എന്ന് പറയുന്നത്. ചന്ദ്രഗുപ്ത 1, സമുദ്രഗുപ്ത ആൻഡ് ചന്ദ്രഗുപ്ത 2 were the important rulers of Gupta dynasty. അപ്പോൾ ഗുപ്ത ഡൈനാസ്റ്റിയുടെ ഇമ്പോർട്ടൻറ്റ് റൂളേഴ്സ് ആരൊക്കെയാണ്? ഒന്ന് ചന്ദ്രഗുപ്തൻ, അതുപോലെ സമുദ്രഗുപ്തൻ ആൻഡ് ചന്ദ്രഗുപ്തൻ 2. ഇവരാണ് ഇമ്പോർട്ടൻറ്റ് റൂളേഴ്സ് എന്ന് പറയുന്നത്. ബൈ ദ എൻഡ് ഓഫ് ദ ഗുപ്ത പീരീഡ് ദർ വാസ് എ റിമാർക്കബിൾ ഡിക്ലൈൻ ഇൻ ട്രേഡ് വിത്ത് ഡിസ്റ്റന്റ് ലാൻഡ്. മോർ പീപ്പിൾ എൻഗേജ്ഡ് ഇൻ അഗ്രികൾച്ചർ. ദ കിങ് യൂസ്ഡ് ടു ഓഫർ ലാർജ് ഷെയർസ് ഓഫ് ലാൻഡ് as ഗിഫ്റ്റ് ടു പ്രീസ്റ്റ് ആൻഡ് പ്ലേസസ് ഓഫ് വർഷിപ്പ്. ദ ഫാർമേഴ്സ് were made to engage in agriculture in this land by the priest. There was an increase in social inequality during this period. The popularity of Buddhism and Jainism weakened. അതായത് ഗുപ്ത കാലഘട്ടത്തിൻ്റെ അവസാനമാകുമ്പോഴേക്കും ദൂരദേശമായുള്ള വ്യാപാരത്തിലെല്ലാം വളരെ കുറവ് വന്നു. കൂടുതൽ ജനങ്ങൾ കൃഷിയിൽ വ്യാപൃതരായി. അക്കാലത്ത് രാജാക്കന്മാർ പുരോഹിതന്മാർക്കും ആരാധനാലയങ്ങൾക്കും വൻതോതിൽ ഭൂമിയൊക്കെ അവർ ദാനമായിട്ട് നൽകാനായിട്ട് തുടങ്ങി. പുരോഹിതന്മാർ കർഷകരെ കൊണ്ട് ഇവിടങ്ങളിൽ കൃഷി ചെയ്യിച്ചു. സാമൂഹിക അസമത്വം എല്ലാം വളരെ കൂടുതലായിട്ട് വർദ്ധിച്ചു. ബുദ്ധമതത്തിൻ്റെയും ജൈനമതത്തിൻ്റെയും പ്രാധാന്യം കുറഞ്ഞു വന്നു. ഇനി ദ ബ്ലൂമിംഗ് ഓഫ് വിസ്ഡം. മെനി വർക്ക് വർ റിട്ടൺ ഇൻ സാൻസ്ക്രിറ്റ് ഡ്യൂറിംഗ് ദ ഗുപ്ത പീരീഡ്. കാളിദാസ വാസ് എ ഇമ്പോർട്ടൻറ്റ് ലിറ്ററസി ഫിഗർ ഓഫ് ദ പീരീഡ്. അഭിജ്ഞാന ശാകുന്തളം, മേഘസന്ദേശം, കുമാരസംഭവം ആർ ഹിസ് ഗ്രേറ്റ് വർക്ക്. അപ്പോൾ ഗുപ്ത കാലഘട്ടത്തിൽ ഒരുപാട് കൃതികളെല്ലാം രചിക്കപ്പെട്ടു. അതിനകത്ത് തന്നെ കാളിദാസൻ എന്ന് പറയുന്ന ഒരു സാഹിത്യകാരന്മാരിൽ പ്രധാനപ്പെട്ടവരായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൃതികളാണ് മേഘസന്ദേശം, അഭിജ്ഞാന ശാകുന്തളം, കുമാരസംഭവം ഇതൊക്കെ. നവരത്ന. എ ഗ്രൂപ്പ് ഓഫ് 9 scholars who lived in the court of Chandragupta II is known as Navaratna. They were കാളിദാസ, ഘടകർപ്പരൻ, ശബണകൻ,
ഇതൊക്കെയായിരുന്നു. അപ്പോൾ ഒരു 9 സ്കോളേഴ്സ് അല്ലെങ്കിൽ 9 പണ്ഡിതന്മാരെ നവരത്നങ്ങൾ എന്നറിയപ്പെട്ടു. അവർ ചന്ദ്രഗുപ്ത രണ്ടാമൻ്റെ കാലഘട്ടത്തിലാണ് അവിടെ ജീവിച്ചിരുന്നത്. അവരാരൊക്കെയായിരുന്നു? കാളിദാസനും ഘടകർപ്പരനും പിന്നെ ശബനകനും വരരുചി, വരാഹിമിഹിരൻ, വേതാളഭട്ടൻ, ധന്വന്തരി, അതുപോലെ അമരസിംഹൻ, ശംഖു, ഇവരൊക്കെയായിരുന്നു അവർ. ഹാവ് യു നോട്ടീസ് ദ അയൺ പില്ലർ ഇൻ ദിസ് പിക്ചർ? ദിസ് പില്ലർ constructed during the period of Chandragupta II is the presently situated at Mehroli in Delhi. Aren't you amazed at the survival of this iron pillar still remaining rust resistant even after centuries of snow, rain and sun? This iron pillar is the epitome of the smelting process of iron in the Gupta period. Varahamihira, Brahmagupta, Bhaskaracharya and Aryabhatta gave valuable contribution to the field of science in Gupta period. Varahamihira and Brahmagupta made remarkable contribution to astronomy, Bhaskaracharya to mathematics and Aryabhatta to both astronomy and mathematics. ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കണ്ടോ, ഇവിടെ തന്നിരിക്കുന്ന ചിത്രം എന്താണെന്നറിയോ? മെഹ്റൗളിലെ ഇരുമ്പ് തൂണാണ് തന്നിരിക്കുന്നത്. ഇത് ഡൽഹിയിൽ ആണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ചന്ദ്രഗുപ്തൻ രണ്ടാമൻ്റെ കാലത്താണ് പണി കഴിപ്പിച്ചത്. കൊടും ചൂടും മഴയും കനത്ത മഞ്ഞും എല്ലാം ഏറ്റിട്ടും ഇത് തുരുമ്പ് പിടിക്കാതെ ഇങ്ങനെ തന്നെ നിലനിൽക്കുക എന്നുള്ളതൊരു അത്ഭുതം തന്നെയാണ്. ഗുപ്ത കാലഘട്ടത്തിലെ ഉരുക്കു സംസ്കാരത്തിൻ്റെ മികവ് തെളിയിക്കുന്നതാണ് ഈ ഇരുമ്പ് തൂൺ. ഗുപ്തകാലത്ത് ശാസ്ത്രരംഗത്ത് മികച്ച സംഭാവനകൾ നൽകിയ ചിലരാണ് വരാഹമിഹിരൻ, ബ്രഹ്മഗുപ്തൻ, ഭാസ്കരാചാര്യർ, ആര്യഭട്ടൻ തുടങ്ങിയവർ. ഇവരിൽ വരാഹമിഹിരൻ, ബ്രഹ്മഗുപ്തൻ ഇവരൊക്കെ ജ്യോതിശാസ്ത്രത്തിലും ഭാസ്കരാചാര്യൻ എന്ന് പറയുന്നത് ഗണിതശാസ്ത്രത്തിലും ആര്യഭട്ടൻ ജ്യോതിശാസ്ത്രത്തിലും ഗണിതശാസ്ത്രത്തിലും ശ്രദ്ധേയമായിട്ടുള്ള സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ഇനി ഇവിടെ നോക്കിക്കേ, ദ നെയിം ഓഫ് ഫേമസ് സ്കോളേഴ്സ് ഓഫ് ഗുപ്ത പീരീഡ് ആർ ഗീവൺ ഇൻ ദ ടേബിൾ. റൈറ്റ് ഡൗൺ ദ ഫീൽഡ് ഇൻ വിച്ച് ദേ ആർ ഫേമസ്. ആര്യഭട്ട എന്തിലാണ്? സയൻസ്, ആസ്ട്രോണമി ആൻഡ് മാത്തമാറ്റിക്സിലാണ്. കാളിദാസ ലിറ്ററേച്ചർ ആൻഡ് ആർട്ട്, വരാഹമിഹിര ആസ്ട്രോണമി, ഭാസ്കരാചാര്യ മാത്തമാറ്റിക്സ്, ബ്രഹ്മഗുപ്ത ആസ്ട്രോണമി. അപ്പോൾ ആര്യഭട്ടൻ സയൻസ്, ആസ്ട്രോണമി, മാത്തമാറ്റിക്സ്, ജ്യോതിശാസ്ത്ര രംഗത്തും ഗണിതശാസ്ത്ര രംഗത്തും എല്ലാമാണ്. കാളിദാസൻ ലിറ്ററേച്ചർ ആൻഡ് ആർട്ട്, സാഹിത്യത്തിൽ. വരാഹമിഹിരൻ എന്ന് പറയുന്നത് ആസ്ട്രോണമി, ജ്യോതിശാസ്ത്രം. ഭാസ്കരാചാര്യ മാത്തമാറ്റിക്സ്, ബ്രഹ്മഗുപ്ത ആസ്ട്രോണമിയുമാണ്. The picture given below shows the remnants of the Nalanda University, a famous educational center in ancient India. It was established during the Gupta period. Students from different parts of Asia came here in pursuit of knowledge. Thousands of students and hundreds of teachers were engaged in educational activities at the university. അപ്പോൾ നളന്ദ സർവകലാശാലയുടെ ശേഷിപ്പുകളാണ് ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് പിക്ചർ കാണാലോ. പുരാതന ഇന്ത്യയിലെ പ്രശസ്തമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ കേന്ദ്രമായിരുന്നു ഇത്. ഗുപ്ത കാലഘട്ടത്താണ് ഇത് സ്ഥാപിച്ചത്. ഏഷ്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇവിടേക്ക് വിദ്യാർത്ഥികൾ എത്തിയിരുന്നു. 10,000-കണക്കിന് വിദ്യാർത്ഥികളും അതുപോലെ തന്നെ 100ഓളം അധ്യാപകരും എല്ലാം ഈ നളന്ദ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിരുന്നു. ഇനി the pictures of some ornaments we have discussed in this chapter are given below. Each of them signifies the progress in a particular field. Identify the field. അപ്പോൾ ഇവിടെ കുറേ ഇത് തന്നിട്ടുണ്ട് ഫീൽഡുകൾ. ഇത് സ്മാരകമാണ് അല്ലേ? എന്താ അത്? ധർമ്മചക്ര ഓഫ് അശോകയാണ്. ഇതെന്താണ്? അശോക സ്റ്റോൺ എഡിക്റ്റ് അല്ലേ, ശിലാലിഖിതമാണ്. പിന്നെ ഇതെന്താ? സ്തൂപ ഓഫ് സാഞ്ചി സ്തൂപമാണ്. അയൺ പില്ലറാണ്. അതുപോലെ നളന്ദ യൂണിവേഴ്സിറ്റി. അപ്പോൾ ഏതൊക്കെ എഡ്യൂക്കേഷൻ ഫീൽഡിലും ആർക്കിടെക്ചറൽ ഫീൽഡിലും അതുപോലെ തന്നെ എല്ലാ ഫീൽഡിലുമുള്ള ഒരു ഇമ്പ്രൂവ്മെൻ്റ് അല്ലെങ്കിൽ ഒരു ഡെവലപ്മെൻ്റ് ആണ് ഈ ഉള്ള മോണമെൻറ്റ്സിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ സയൻസിലും ആർട്ടിലും ലിറ്ററേച്ചറിലും എഡ്യൂക്കേഷനിലും ഒക്കെ നളന്ദ എഡ്യൂക്കേഷനിലും ഒക്കെ ഒരു ഇമ്പോർട്ടൻസ് ആ ഒരു ഗുപ്ത പീരീഡിൽ ഉണ്ടായിരുന്നു. അപ്പം നളന്ദ യൂണിവേഴ്സിറ്റി നമുക്കറിയാം എഡ്യൂക്കേഷൻ ആയിട്ടാണ് അല്ലേ. ഇനി we have discussed the changes that took place in the society right from the beginning of the Magadha period till the end of the Gupta period. Let us find out the important ones among. നമുക്ക് നോക്കാം മഗധ പീരീഡിലും ഗുപ്ത പീരീഡിലൊക്കെ എന്തൊക്കെ ചേഞ്ചസ് ആണ് വന്നത്. എക്സ്റ്റെൻസീവ് ഫാമിംഗ് ലീഡ് ടു ഇൻക്രീസ്ഡ് അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ. അത് കൃഷി വിപുലമാക്കിയതോടുകൂടി തന്നെ കാർഷിക ഉൽപാദനം വർദ്ധിച്ചു. അഗ്രികൾച്ചർ ആൻഡ് റിലേറ്റഡ് ഓക്യുപ്പേഷൻ ക്രിയേറ്റഡ് ന്യൂ നോളജ്. കൃഷിയും അതുമായി ബന്ധപ്പെട്ട തൊഴിലുകളും നിരവധി പുതിയ അറിവുകളെല്ലാം സൃഷ്ടിച്ചു. The ideologies that came up against social inequalities influences society and the rulers. സാമൂഹിക അസമതകൾക്കെതിരായി ഉയർന്നു വന്ന ആശയങ്ങൾ സമൂഹത്തെയും രാജ്യഭരണത്തെയും എല്ലാം സ്വാധീനിച്ചു.
അതുപോലെ തന്നെ ദ റൂളേഴ്സ് പ്രൊമോട്ടഡ് ദ ചേഞ്ചസ് ഇൻ ദ ഫീൽഡ് ഓഫ് സയൻസ്, ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ. ശാസ്ത്രം, കല, സാഹിത്യം എന്നീ മേഖലകളിൽ ഉണ്ടായ മാറ്റങ്ങളെ എല്ലാം റൂളേഴ്സ് എന്ത് ചെയ്തു? പ്രൊമോട്ട് ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് അടുത്ത വീഡിയോസിൽ കാണാം.